ഇഫ്താറിൻ്റെ സമയത്ത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഡിന്നർ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഇറ്റാലിയൻ ഡിഷായിട്ടുള്ള ലസാനിയ ഉണ്ടല്ലോ, ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ഒരു സ്നാക്കായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ ലസാനിയ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം റെഡ് സോസാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. അതിലോട്ടൊരു 10-25 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്കിതിലോട്ട് തക്കാളിയാണ് വേണ്ടത്. നമുക്ക് റെഡ് സോസ് ആണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ തക്കാളി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ പീസായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെക്കുന്നുണ്ട്. വേവിക്കുന്നൊന്നുമില്ല, പച്ചയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഈ സവാളയും വെളുത്തുള്ളിയും വഴറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള പകുതി വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു, ആ സമയത്താണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഫസ്റ്റ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ പാകത്തിനൊരു ഉപ്പും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തിളവെന്ന് വരുമ്പോൾ ഇത് പുറത്തോട്ട് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടച്ചു വെക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ പുറത്ത് നമ്മളെ സ്റ്റൗ ഒക്കെ ചീത്തയായി പോകും. അപ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, നമുക്ക് വെള്ളം വറ്റിയൊന്നും അറിയില്ല. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെക്കണം. അപ്പോൾ എന്തായാലും 2-3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. ഇപ്പോൾ ഞാൻ വീണ്ടും തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ് കുറച്ച് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇനി നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് ഒന്നും കൂടി അടച്ചു വെക്കാം. ഒന്നും കൂടി വെള്ളം വറ്റേണ്ടതുണ്ട്. ഇനി അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ അടപ്പ് തുറന്നിട്ട് വെച്ചാലും മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വൈറ്റ് സോസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ടൊരു 5 അല്ലി വെളുത്തുള്ളി ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീര് 1 ടീസ്പൂൺ മതിയാവും, അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ഉപ്പാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് 2 മുട്ട മുഴുവനോടെ ഇട്ട് കൊടുക്കുക. അതായത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി വേണം, രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ അരയണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിതിലോട്ട് ഞാനൊരു 1/4 കപ്പ് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. മയനോയ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. വൈറ്റ് സോസായിട്ട് ഞാൻ മയനോയ്സാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ഓവർ തിക്കാക്കിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് കൂടുതൽ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ലെഫ്റ്റ് ബട്ടൺ ഞെക്കിയാൽ നല്ല തിക്കായിട്ട് വരും. അങ്ങനെ ഓവറായിട്ട് തിക്കാക്കരുത്, കുറച്ച് ലൂസിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ സ്നാക്കിന് വേണ്ടത് ബ്രെഡാണ്. ലസാനിയ ഷീറ്റല്ല എടുക്കുന്നത്, ബ്രെഡ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഡിന്നർ സ്പെഷ്യലായിട്ട് ലസാനിയ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്, അത് ബ്രെഡ് വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡിൻ്റെ 4 വശവും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം, അല്ലെങ്കിൽ പരത്തി കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ ചെയ്യാം. അപ്പോൾ ഈ സമയമായപ്പോൾ തന്നെ നമ്മുടെ റെഡ് സോസ് നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചില്ലി സോസും അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഞാനൊരു ബൗളിലോട്ട് ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓർഗാനിക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഓർഗാനിക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓർഗാനോ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, പക്ഷെ നല്ലൊരു ഫ്ലേവർ നഷ്ടപ്പെടുന്നു മാത്രമേ ഉള്ളൂ, ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുക്കണം എന്ന് നല്ല ഫ്രഷ് ബ്രെഡാണെങ്കിൽ മാത്രം പരത്താൻ നിന്നാൽ മതി, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാം, പരത്താതെ തന്നെ ചെയ്യാം. പരത്തി കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബ്രെഡ് ഒന്ന് തിന്നാവും, അപ്പോൾ ഒന്നും കൂടി സ്നാക്ക് കാണാൻ നല്ലൊരു ഇതുണ്ടാവും. മറ്റേത് കട്ടിയായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് മൊസറല്ല ചീസും കൂടി വേണം. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ മയോണൈസ്. ഈ ഒരു തിക്കിലാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്, ഓവർ തിക്കാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് മതി, നമ്മൾ ബ്രെഡ് ഒന്ന് വെറ്റ് ചെയ്യാനുള്ളത് മാത്രം മതി.
ഇനി ഒരു സ്ലൈസ് ബ്രെഡുമ്പോൾ ഞാൻ ആദ്യം മയോണൈസ് ചേർത്ത് കൊടുത്തു. ഇനി രണ്ടാമത്തെ സ്ലൈസ് ബ്രെഡുമ്പോഴും മയോണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. 2 ബ്രെഡുമ്പോഴും വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മയോണൈസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വൈറ്റ് സോസ് ഉണ്ടല്ലോ, പാലിൽ ബട്ടറിൽ മൈദ ഇട്ടിട്ട് അതിന് ശേഷം പാൽ ഒഴിച്ചെടുത്തിട്ട് തിക്കാക്കുന്ന വൈറ്റ് സോസ് അതായാലും കുഴപ്പമില്ല. അപ്പോഴും ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് റെഡ് സോസ് വെച്ച് കൊടുത്തു. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസും കൂടി വെച്ച് കൊടുത്തിട്ട് മറ്റേ ബ്രെഡ് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് പ്രസ്സായ നമ്മുടെ സ്നാക്ക് ഏകദേശമൊക്കെ റെഡിയായി. ഇനി ഫ്രൈ ചെയ്യുന്ന പണിയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. 2 സ്ലൈസ് ബ്രെഡും മയോണൈസ് തേച്ച് കൊടുക്കുക. മയോണൈസിലേക്ക് ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് സോസ് നമുക്ക് ബട്ടറും മൈദയും കൂടി ഇട്ടിട്ട് ഞാൻ കുറേ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ആ ലസാനിയിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവർ അതൊന്ന് കാണട്ടോ. ഇനി നമുക്ക് നമ്മുടെ റെഡ് സോസ് നമ്മൾ തയ്യാറാക്കി വെച്ച റെഡ് സോസ് വെച്ച് കൊടുക്കുക ഒരു ബ്രെഡിൻ്റെ മേലെ. എന്നിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ പീസ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടി വെച്ചിട്ട് നമ്മൾ മയോണൈസ് ആക്കി വെച്ച മറ്റേ ബ്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇത്ര പണിയേ ഉള്ളൂ. പരിപാടി എളുപ്പമുണ്ട്. നമുക്കിതൊക്കെ ആദ്യം ചെയ്ത് വെക്കുകയാണെങ്കിൽ വൈകുന്നേരം മാത്രം ഇതിങ്ങനെ ചെയ്തിട്ട് അപ്പം തന്നെ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ചൊരു ഇത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ മൈദപ്പൊടി, 1 ടീസ്പൂൺ തന്നെ എടുത്തിട്ടില്ല, 1/4 ടീസ്പൂൺ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. മൈദപ്പൊടി നല്ലപോലെ ഒന്ന് അലിയണം നമ്മുടെ മുട്ടയിൽ. ഇനി വേണമെങ്കിൽ മുട്ടയിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാലും കൂടി ഒഴിച്ചിട്ട് അങ്ങനെ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ പെട്ടെന്ന് ഇപ്പോൾ പൊടി കട്ടൊന്നുമില്ലാതെ മൈദ മിക്സായി കിട്ടും. ഇനി നമുക്ക് ബ്രെഡ് പൊടിയാണ് വേണ്ടത്. ഇത് ഞാൻ നോമ്പിന് മുമ്പ് തയ്യാറാക്കി വെച്ച ബ്രെഡ് പൊടിയാണ്, ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പീസസ് കട്ട് ചെയ്ത് വെച്ചില്ല, അപ്പോൾ ജസ്റ്റ് പൊടിച്ചെടുത്താലും മതി. ഇപ്പോൾ തന്നെ പൊടിച്ചെടുത്തിട്ട് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഓരോരോ ലസാനിയയും നമുക്ക് ഇതുപോലെ മുട്ടക്കൂട്ടിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടി ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കട്ട്ലറ്റൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ. പിന്നൊന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ലോ ടു മീഡിയം ഫ്ലെയിം, ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോവും. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ബ്രെഡ് ആയതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ചൂടോട് കൂടി കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. തണുത്ത ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോമ്പ് തുറക്കുന്ന ആ സമയത്ത് അതായത് നോമ്പ് തുറക്കുന്നതിന് 10 മിനിറ്റ് മുമ്പാണ് ഞാൻ അത് ഫ്രൈ ചെയ്തെടുത്തത്. അതുകൊണ്ട് കൂടുതലായിട്ട് ഇതിൻ്റെ ഫോട്ടോസൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിനും കഴിച്ച് തീർന്നു. അപ്പോൾ 2 എണ്ണമാണ് ഫോട്ടോ എടുക്കാൻ ആകെ കിട്ടിയത്. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലസാനിയ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഈസിയാണ്, വലിയ മെനക്കെടൊന്നുമില്ല ചെയ്തെടുക്കാൻ. എല്ലാവർക്കും ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.